ഇനിയെങ്കിലും ആപ്പിൾ ഇന്ത്യൻ യൂസേഴ്സിൻ്റെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ ആഗ്രഹിക്കുന്നതും ആപ്പിളിനോട് ചോദിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ട് ആപ്പിൾ പേ ഇന്ത്യയിലില്ല? അവസാനം അതിനൊരു ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന് വ്യക്തത നൽകുന്ന കാര്യങ്ങൾ ഇപ്പം ഇന്ത്യയിൽ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മണി കൺട്രോൾ പോലുള്ള വെബ്സൈറ്റ്, അതോടൊപ്പം വിദേശത്താണെങ്കിൽ നമ്മുടെ ആപ്പിളിനെ പറ്റി സ്ഥിരം ജേർണൽ ചെയ്യുന്ന പല വെബ്സൈറ്റുകളും ഇതിനെ ബേസ് ചെയ്തുള്ള റിപ്പോർട്ട് ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇതിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്ന് ആപ്പിൾ പേ ഇന്ത്യയിൽ യൂസേഴ്സിന് ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കും 2026 അവസാനത്തോടെ എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്ന ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. സോ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിലുള്ള ആപ്പിൾ യൂസേഴ്സിൻ്റെ ഒരു ഗോൾഡൻ എറ സ്റ്റാർട്ട് ചെയ്യുവാണ്, സുവർണ്ണ കാലഘട്ടം. കാരണം ആപ്പിൾ പേ എന്നുള്ളത് നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയും എത്രത്തോളം കൺവീനിയൻ്റ് ആണ് എന്നുള്ളത്. കാരണം പേയ്മെൻറ്റിന് നമുക്ക് ഐഫോൺ വേണമെന്നില്ല, സെല്ലുലാർ കണക്ടിവിറ്റി ഉള്ള ഒരു ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് POS മെഷീനിലേക്ക് മുട്ടിച്ചാൽ ആപ്പിൾ പേ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ അത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. വർഷങ്ങൾ നീണ്ട ഇന്ത്യ ഗവൺമെൻറ്റും ആപ്പിളും ഇന്ത്യയിലെ പല ബാങ്കുകളുമായിട്ടുള്ള ആ ഒരു സംസാരങ്ങൾ ഇപ്പം കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. 2023 പകുതിയോടെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു റിലേറ്റഡ് ന്യൂസ് അറിഞ്ഞതാണ്. അന്ന് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജെനുവിനിറ്റി ഉണ്ട്. കാരണം ഇന്ത്യ ഗവൺമെൻറ് റൂൾസും റെഗുലേഷൻസും പ്രകാരം ഇന്ത്യയിൽ നമുക്ക് എടുത്തു വെച്ചോ എന്നുള്ള രീതിയിൽ ആപ്പിൾ പേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സാധിക്കത്തില്ല. സോ ആ റെഗുലേഷൻസിനെ ഏത് രീതിയിലാണ് ആപ്പിൾ ടാക്കിൾ ചെയ്യുന്നതെന്നും ഏത് ലെവൽസിലൂടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻസ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഫേസുകളിലായിട്ടാണ് ഇന്ത്യയിൽ ആപ്പിൾ പേയുടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസിൽ ഒഫീഷ്യലി ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നമ്മളുടെ കാർഡ്, ബാങ്കിൽ ATM കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, ഈ കാർഡുകളൊക്കെ നമുക്ക് ആപ്പിളിൻ്റെ വാളറ്റ് ആപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം ഇതുപോലുള്ള സിനിമ ടിക്കറ്റുകൾ, ട്രെയിൻ ടിക്കറ്റ്, എയർ ടിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഫസ്റ്റ് ഫേസിൽ ആപ്പിൾ പേയിലേക്ക് അല്ലെങ്കിൽ ആപ്പിൾ വാളറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് POS മെഷീൻ, പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ, അതായത് നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ മെഷീൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ മെഷീനിലേക്ക് നമുക്ക് ടാപ്പ് ടു പേ എന്നുള്ള ഓപ്ഷനിലൂടെ ഈ കാർഡ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വാളറ്റിൽ ആഡ് ചെയ്തേക്കുന്ന കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ്സ് നടത്താൻ സാധിക്കും. ഈ ആപ്പിൾ പേയുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പേയ്മെൻറ്റ് ഒതൻറ്റിക്കേഷനാണ്. നമ്മൾ പിൻ കോഡോ ഒന്നും അടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മളുടെ ഫേസ് ID ഒതൻറ്റിക്കേറ്റ് ചെയ്താൽ മതി, പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വളരെ ഈസിലി ടാപ്പ് ടു പേ ഓപ്ഷനിലൂടെ ഇന്ത്യയിൽ ഈ ഒരു വാളറ്റ് ആപ്പിലൂടെ കാർഡ് പേയ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ കുറച്ച് സോഴ്സുകൾ വ്യക്തമാക്കുന്ന 2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കാം മിക്കവാറും ഈ ഒരു കോൺടാക്ട്ലെസ് അല്ലെങ്കിൽ ടാപ്പ് ടു പേയ്മെൻറ്റ് ഓപ്ഷൻ ആപ്പിൾ ഈ ഒരു വാളറ്റ് ആപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ POS മെഷീനിൽ എത്രയാണോ ചെയ്യേണ്ട പേയ്മെൻറ്റിൻ്റെ ആ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണോ അല്ലെങ്കിൽ ആപ്പിൾ വാച്ചോ ഉപയോഗിച്ചുകൊണ്ട് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ടാപ്പ് ടു പേ അത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ടൈം ഫ്രെയിമാണ് ഞാൻ പറഞ്ഞത്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു ടൈം ഫ്രെയിമിലാണ് പല ബാങ്കുകളുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുവാണ്. ആൻഡ് മേ ബി ഒരു പക്ഷേ ഇതൊരു ഫൈനൽ വേർഡിക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, മേ ബി ഒരു ഫീ സ്ട്രക്ചറും കൂടെ പല ബാങ്കുകളുമായിട്ട് ആപ്പിൾ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവരുടെ കാർഡ് യൂസ് ചെയ്യുമ്പം എക്സ്ട്രാ എന്തെങ്കിലും ചെറിയ ചാർജസ് ഈടാക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസും ഈ ബാങ്കുകളുമായിട്ട് ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പല സോഴ്സുകളും പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ഫേസ്. സോ ഫസ്റ്റ് ഫേസിൽ കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ്, അതായത് ടാപ്പ് ടു പേ ഓപ്ഷനിലൂടെ ആയിരിക്കും ആപ്പിൾ പേ ഇൻ്റഗ്രേഷൻ നടക്കാൻ പോകുന്നത്. രണ്ടാമത്തത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഡിജിറ്റൽ പേയ്മെൻറ്റിൽ ഇന്ത്യ പല രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിലാണ്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിസിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം എവിടെയും ലിറ്ററലി നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് UPI ബോക്സോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എവിടെ നോക്കിയാലും. സോ അതുകൊണ്ട് UPI എന്നുള്ളതിനെ നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് വേറെ ഒരു റീതിങ്ക് ഓപ്ഷൻ ഇല്ല എന്ന് വേണം പറയാൻ. ഈ UPI യൂസേജിൽ തന്നെ നമുക്കറിയാം പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ UPIയുടെ തന്നെ BHIM എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ യൂസർ ബേസ് ഉള്ളത്. 2 പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ, ഇതുപോലുള്ള
കോമ്പറ്റീഷൻ ഉള്ള ഒരു വലിയ മാർക്കറ്റിലേക്കാണ് ഏറ്റവും അവസാനം ഇപ്പം ആപ്പിൾ പേയും എൻ്റർ ചെയ്യുന്നത്. സോ ആക്ച്വലി ഇന്ത്യയിൽ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ആപ്പിൾ ലേറ്റ് ആയിപ്പോയി. കാരണം ആപ്പിൾ തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇന്ത്യയിൽ ഇത്രയധികം ഒരു ബൂമിങ് ലഭിക്കുമെന്നുള്ള കാര്യം. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആപ്പിൾ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്ത് പല രാജ്യത്തേക്ക് പോകുന്നു. ആപ്പിളിൻ്റെ റീറ്റെയിൽ സ്റ്റോറുകൾ നിരവധി ഇനി ഈ വർഷം അടുത്ത വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ വലിയൊരു വൈഡ് എക്സ്പാൻഷനാണ് ഇന്ത്യയിൽ ആപ്പിളിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അത്രയും റാപ്പിഡ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ഒരിക്കലും ആപ്പിൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ആൻഡ് മാനുഫാക്ചറിങ് മാത്രമല്ല, സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ വർഷം കഴിയുന്നതോറും വലിയൊരു ലാർജ് യൂസർ ബേസ് കൂടിക്കൂടി വരുന്നു. ലാർജ് സ്കെയിൽ ഓഫ് സെയിൽസ് ഇന്ത്യയിൽ നടക്കുന്നു. അത് ഐഫോണിൽ മാത്രമല്ല, പല ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളെയും ബേസ് ചെയ്തിട്ടുള്ള സെയിൽസിൻ്റെ ഓരോ വർഷം കഴിയും തോറും അത് വളരെ റാപ്പിഡായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാർക്കറ്റിലേക്കാണ് ഏറ്റവും അവസാനം ഇപ്പം ആപ്പിൾ പേയും കൂടെ വരുന്നത്. സോ സ്റ്റിൽ ആപ്പിൾ പേ വന്നാലും ഫസ്റ്റ് ഫേസിൽ ആപ്പിളിൻ്റെ കോൺടാക്ട്ലെസ് അല്ലെങ്കിൽ ടാപ്പ് ടു പേ ഓപ്ഷനിലൂടെയാണ് വരുന്നെങ്കിലും അധികം യൂസേഴ്സ് ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തെന്ന് വന്നേക്കാം. ഇനി എക്സ്ട്രാ ചാർജസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും യൂസർ ബേസിൻ്റെ എണ്ണം കുറയാനുള്ള ചാൻസസ് ആണ്, അല്ലെങ്കിൽ കൂടാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ ആ ഒരു പോരായ്മ നികത്തണം എന്നുണ്ടെങ്കിൽ ആപ്പിളിന് ആപ്പിൾ പേയിലേക്ക് UPI ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അതാണ് നമ്മളുടെ സെക്കൻഡ് ഫേസ്, UPI ഇൻ്റഗ്രേഷൻ. ആപ്പിൾ പേയിലേക്ക് UPIയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. കറൻറ്റ്ലി UPI വർക്ക് ചെയ്യുന്നത് നമ്മൾ 4 ഡിജിറ്റുള്ള UPI പിൻ അടിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ പിൻ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എൻറ്റയർലി റീപ്ലേസ് ചെയ്യുവാണ് ആപ്പിൾ പേയിലേക്ക് UPI ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് ആപ്പിൾ പേ അറിയാം, ലൈക്ക് ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷനാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് UPI തന്നെ ഈ ഒരു ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ്റെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ടെസ്റ്റിംഗ് ഫേസിലാണ്. സോ ആപ്പിൾ പേയിലേക്ക് UPI ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പല കടമ്പകൾ ആപ്പിളിന് കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ചർച്ചകൾ വിജയിച്ചാൽ ആപ്പിളിനും നമ്മുടെ ഗവൺമെൻറ്റിനും ഇതിനൊരു സൊല്യൂഷൻ, കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും UPI ബേസ്ഡ് ആയിട്ടുള്ള, അതായത് QR കോഡ് സ്കാൻ ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പിൾ പേയും നമുക്ക് ഇന്ത്യയിൽ ലഭിക്കും ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തോടെ. സോ ഇങ്ങനെയാണ് ഇപ്പം കറൻറ്റ്ലി ഈ 2 ഫേസുകളും അല്ലെങ്കിൽ ആപ്പിൾ പേയുടെ റോൾ ഔട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. എന്തായാലും ആ കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. 2026 പകുതി അല്ലെങ്കിൽ അവസാനത്തോടെ ആ ഒരു ടൈം ലൈൻ നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. ആ ഒരു ടൈമോടെ ആപ്പിൾ പേ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആദ്യത്തെ ഫേസിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലെ പോലെ തന്നെ ടാപ്പ് ടു പേ ഓപ്ഷൻ ആയിരിക്കും. അതിൽ നമുക്ക് 2 ഡിവൈസുകളും അല്ലെങ്കിൽ ആപ്പിൾ പേ എനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് യൂസ് ചെയ്യാം. സോ ആപ്പിൾ യൂസേഴ്സിന് അവരുടെ ഡിവൈസ് പൂർണ്ണതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ പേയുടെ ഒരു ഇൻ്റഗ്രേഷൻ അത്യാവശ്യമാണ്. ഇതെല്ലാമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്ന ആപ്പിൾ പേ ഇൻ്റഗ്രേഷനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ന്യൂസ്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then.